നമസ്കാരം. നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് പരിചയപ്പെടാം. ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പല തവണ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് കൂടുതൽ കൺവീനിയൻ്റ് ആയിരിക്കും. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് കമാൻഡുകളാണ് ഡിഫൈൻ കമാൻഡ്, DEF കമാൻഡും റിട്ടേൺ കമാൻഡും. ഡിഫ് and return command together is used for the purpose. Syntax ഇങ്ങനെയാണ്. ആദ്യമായി DEF എന്ന കീവേഡ്, then ഐഡൻറ്റിഫയറിൻ്റെ നെയിമിങ്ങിന് നമ്മൾ പറഞ്ഞു ഫങ്ഷൻ്റെ നെയിമിങ്ങിന് ഏത് ഐഡൻറ്റിഫയർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യാനുള്ള റൂളുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിഫയർ ബ്രാക്കറ്റ് പാരാന്തസിസിനുള്ളിൽ എത്ര ആർഗ്യുമെൻറ്റുകൾ ആവശ്യമുണ്ടോ അത്രയും ആർഗ്യുമെൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ കോളന് ശേഷം ഒരു ഇൻഡൻറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കാം. 4 സ്പേസ് ഇൻഡൻറ്റ് ചെയ്തതിന് ശേഷം I1, I2, I3 എക്സെട്ര ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ അത്രയും ഇൻസ്ട്രക്ഷൻസ്. ദെൻ റിട്ടേൺ, ദെൻ എന്തൊക്കെ റിസൾട്ട്സ് ആണോ റിട്ടേൺ ചെയ്യേണ്ടത്, R1, R2 എക്സെട്ര Rn. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് A1, A2, A3 എക്സെട്ര ആർ ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റുകൾ കമ്പൽസറി അല്ല. I1, I2, I3 എക്സെട്ര ആർ ദ ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം ദ ടാസ്ക് ആൻഡ് R1, R2, R3 എക്സെട്ര Rn ആർ ദ റിട്ടേൺസ്. റിട്ടേണും കമ്പൽസറി അല്ല. നമുക്ക് ചില എക്സാമ്പിളുകൾ കാണാം. നമുക്കൊരു പർട്ടിക്കുലർ പ്രോഗ്രാം ആദ്യമായി ആലോചിക്കാം. എനിക്ക് NCR ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ N 4ഉം R 2ഉമാണെന്ന് എഴുതുക. എനിക്ക് NCR പ്രിൻ്റ് ചെയ്യണം. NCR പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 3 ഫാക്ടോറിയലുകൾ ആവശ്യമുണ്ട്. ഒന്ന് N ഫാക്ടോറിയൽ, 2 R ഫാക്ടോറിയൽ, 3 N മൈനസ് R ഫാക്ടോറിയൽ. ഞാൻ ഇതിനെ 5 എന്ന് വിളിക്കുകയാണ്. അതായത് 5 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, പിന്നെ 5 മൈനസ് 2 ദറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 തവണ എനിക്ക് ഫാക്ടോറിയൽ കാണേണ്ടതുണ്ട്. ഞാനിവിടെ ഫാക്ടോറിയൽ കാണാനായി ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. സാധാരണ പ്രാക്ടീസ് നമുക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ കോഡ് എഴുതുമ്പോൾ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇത് കമ്പൽസറി അല്ല. ഡിഫൈൻ, ഞാൻ ഫാക്ടോറിയലിനെ FACT എന്ന് വിളിക്കുകയാണ്. ഫാക്ട് ഓഫ് N എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്കറിയാം ഫാക്ടോറിയൽ കാണാനായിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് എങ്ങനെ ഫാക്ടോറിയൽ കാണാം. ഫാക്ടോറിയൽ കാണാനായിട്ട് ഞാൻ ആദ്യമേ F = 1 എന്ന് ഡിഫൈൻ ചെയ്യുന്നു. then I start a for loop for I in range 2, N plus 1 F equals F star I. സോ ലൂപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടോറിയൽ Fലുണ്ടാവും. നമുക്ക് റിട്ടേൺ F ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഫാക്റ്റ് ആണ് ഐഡൻറ്റിഫയർ, ആർഗ്യുമെൻ്റ് N ആണ്, F = 1 എന്ന് തുടങ്ങുന്നു. ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. അടുത്ത ഫോർ ലൂപ്പാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ. ഫൈനലി റിട്ടേൺ. ഇതോടുകൂടി നമ്മളുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി എവിടെ വേണമെങ്കിലും നമുക്ക് ഫാക്ടോറിയലിനെ കോൾ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് 3 ഫാക്ടോറിയലുകളെ പ്രിൻ്റ് ചെയ്യാം. N-ഉം 5. ഫാക്ടോറിയൽ പ്രിൻ്റ് ഫാക്ട് ഓഫ് N. അപ്പോൾ N-ൻ്റെ ഫാക്ടോറിയലായി അത് പ്രിൻ്റ് ചെയ്യും. ദെൻ factorial of n minus, let's first consider r, then n minus r.
നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം, റിസൾട്ട്സ് കാണാം. ആദ്യമേ പ്രിൻ്റ് ഫാക്ടോറിയൽ ഓഫ് n ആയിരുന്നു. ഫാക്ടോറിയൽ ഓഫ് n എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് 5 120, ദെൻ ഫാക്ടോറിയൽ ഓഫ് r, ഫാക്ടോറിയൽ ഓഫ് 2 1 into 2 2, ദെൻ n minus r, that is 3 6. ഇനി നമുക്ക് NCR കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ NCR ഈക്വൽസ് ഫാക്ടോറിയൽ ഓഫ് n factorial of n divided by factorial of r divided by factorial of n minus r. ഓക്കെ, നിങ്ങൾക്കൊരു പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, ഡിവൈഡഡ് ബൈ ആണോ എന്ന്. ഫാക്ടോറിയൽ ഓഫ് n ഡിവൈഡഡ് ബൈ ഫാക്ടോറിയൽ ഓഫ് r ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് r ആണ്. അതായത് ഫാക്ടോറിയൽ ഓഫ് n-നെ ഫാക്ടോറിയൽ ഓഫ് r കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ ഉത്തരത്തെ ഫാക്ടോറിയൽ ഓഫ് n മൈനസ് r കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെയും എഴുതാം. നമുക്ക് NCR ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് NCR. ഓക്കെ, ഇറ്റ്സ് 10. കാരണം നമുക്കറിയാം 120 ആണ് ഫാക്ടോറിയൽ ഓഫ് n, 120 ഡിവൈഡഡ് ബൈ ദെൻ ഫാക്ടോറിയൽ ഓഫ് r 2, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 10. അപ്പോൾ ഇതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനുകൾ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ചെയ്യുന്ന രീതി. ഇനി ഇവിടെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ ഒരു ആർഗ്യുമെൻ്റേ ഉള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റുകൾ ആവാം. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നതും നമുക്ക് നിർബന്ധമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് തുടരാം. ഓൾ വേരിയബിൾസ് ഇൻസൈഡ് എ ഡിഫൈൻ ഫംഗ്ഷൻ ഈസ് ലോക്കൽ എന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ എഫ് എന്ന ഒരു വേരിയബിൾ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഫംഗ്ഷനുകളെ നമ്മൾ പുറത്ത് ഈ വേരിയബിളുകൾ പുറത്ത് ഡിഫൈൻഡ് അല്ല എന്ന് വെച്ചാൽ നിങ്ങളത് കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഇവിടെ എഫ് എന്ന് പറയുന്ന വേരിയബിൾ ഫംഗ്ഷനുള്ളിൽ മാത്രം ഉള്ളതാണ്. നമുക്ക് ഇവിടെ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഒന്ന് ചെയ്ത് നോക്കാം. വെറുതെ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, നെയിം എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് അങ്ങനെ കാണിക്കുന്നത്. നെയിം എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് കാരണം അതൊരു ലോക്കൽ വേരിയബിളാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷനുള്ളിലുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുള്ളിലുള്ള എല്ലാ വേരിയബിളുകളും ആ ഫംഗ്ഷനുള്ളിൽ മാത്രം ഡിഫൈൻഡ് ആണ്, പുറത്ത് ഡിഫൈൻഡ് അല്ല എന്നർത്ഥം. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗ്ഷനുകളെ നമുക്ക് ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യാം. മറ്റൊരവസരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഗ്ലോബലായി ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനുള്ളിൽ ഓപ്ഷണൽ ആർഗ്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ കൊടുത്തുകൊണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എടുക്കാം. നമുക്ക് അത്തരത്തിലൊരു ഫംഗ്ഷൻ പരിചയമുണ്ട്, ദാറ്റ് ഈസ് റേഞ്ച് ഫംഗ്ഷൻ. റേഞ്ചിൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് 3 ആർഗ്യുമെൻറ്റുകളാണുള്ളത്. എങ്കിലും നമുക്ക് കമ്പൽസറി ആയിട്ട് ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ. സ്റ്റാർട്ടിനൊരു ഡിഫോൾട്ട് വാല്യൂ 0യും സ്റ്റെപ്പിന് ഡിഫോൾട്ട് വാല്യൂ 1ഉം ഉണ്ട്. ഇത്തരത്തിൽ എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുക? അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
നമ്മൾ ഡിഫൈൻ റിട്ടേൺ ഫംഗ്ഷൻ ഡിഫ് റിട്ടേൺ കമാൻഡുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെയും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. നമ്മൾ കണ്ടു ഐഡൻറ്റിഫയറിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ആർഗ്യുമെൻറ്റുകൾ A1 A2 A3 എക്സെട്ര കൊടുക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് വാല്യൂസ് ഡിഫോൾട്ട് വാല്യൂ ഉള്ള ആർഗ്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുക. സേ D1 ഒരു ഡിഫോൾട്ട് വാല്യൂ ഉള്ള ആർഗ്യുമെൻ്റ് ആണെങ്കിൽ D1 ഈക്വൽ ടു V1 എന്ന് വെച്ചാൽ V1 ഈസ് ദ വാല്യൂ ഓഫ് D1. D2 അനദർ എക്സാമ്പിൾ ആണ്. D2 ഈക്വൽ ടു V2 എന്ന് എഴുതാൽ V2 ഈസ് ദ വാല്യൂ ഓഫ് D2. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റുകൾ വേണമെങ്കിലും കൊടുക്കാം. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫാക്ടോറിയൽ കാണാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഇവിടെ ഞാൻ ഇതിനൊരു ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുകയാണ്. ഫാക്ടോറിയൽ ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 2 എന്ന് കൊടുക്കുകയാണ്. നമുക്കിനി ഈ ഫംഗ്ഷനെ രണ്ട് രീതിയിൽ കോൾ ചെയ്യാം. ഒന്നുകിൽ പ്രിന്റ് ഫാക്ട് ഓഫ് ഏതെങ്കിലും ഒരു നമ്പർ 4 കൊടുത്താൽ അത് ഫാക്ടോറിയൽ ഓഫ് 4 പ്രിന്റ് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ആർഗ്യുമെൻറ്റുകൾ ഇല്ലാതെയും നമുക്കിതിനെ കോൾ ചെയ്യാം. നോക്കൂ, ഞാൻ ഫാക്ട് എന്ന് മാത്രം കൊടുക്കുകയാണ്. സോ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയി കൺസിഡർ ചെയ്തുകൊണ്ട് 2ൻ്റെ ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യും. 2 കൺഫ്യൂസിങ് ആണെങ്കിൽ നമുക്ക് 3 കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഡിഫോൾട്ട് വാല്യൂ ആയ 3 ഉപയോഗിച്ചുകൊണ്ട് 3യുടെ ഫാക്ടോറിയൽ കാണുകയും 3 ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നോക്കൂ, 24 നിങ്ങൾക്ക് റിസൾട്ട് കാണാം. ഓക്കെ, പ്രിന്റ് ഫാക്ടോറിയൽ ഓഫ് 4 ആണ് ആദ്യത്തെ കമാൻഡ്. അപ്പോൾ 4ൻ്റെ ഫാക്ടോറിയൽ 24 പ്രിന്റ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ ഞാൻ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഇല്ലാതെയാണ് കോൾ ചെയ്തത്. സോ ഫാക്ട് ഓഫ് ഡിഫോൾട്ട് വാല്യൂ ആയ 3, സോ ഫാക്ടോറിയൽ ഓഫ് 3 that is 6 will be printed. Okay.